ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്നൊരു പ്രോഗ്രാമിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നത്. ഗൾഫ് മാധ്യമം അറേഞ്ച് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു. മസ്കറ്റിലെ ബൗഷറിലെ ക്ലബ് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു പ്രോഗ്രാം. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രാമിന് സമയം വൈകുന്നേരം 4:30. കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ് പുറത്തു പോകുമ്പോൾ. പിന്നെ എല്ലാ കുട്ടികളും ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ, അതുപോലെ ഇവരും ഹാപ്പിയാണ്. കാറിൽ പാട്ട് വെച്ചതുകൊണ്ട് ഭയങ്കര കൈമുട്ടിപ്പാട്ടും കളിയും ഡാൻസും ഒക്കെ ആയിരുന്നു. പിന്നെ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാനത് വോയിസ് ഇവിടെ കൊടുക്കുന്നില്ല. പിന്നെ ഇതാ നമ്മൾ ഇവിടെ എത്തി, ഭവിഷ്യല്ല ക്ലബ് സ്റ്റേഡിയത്തിലെത്തി. നമുക്ക് അവിടെ അജ്മി പുട്ടുപൊടി കൊണ്ട് ഉള്ളൊരു കോമ്പറ്റീഷൻ നടന്നു, ഫുഡ് കോമ്പറ്റീഷൻ. 100-ൽ പരം ആൾക്കാർ അതിൽ പങ്കെടുത്തിട്ട് അതിൽ 16 പേരെ സെലക്റ്റാണ് ഇവർ ചെയ്തത്. എന്നിട്ട് ഇവരിൽ നിന്ന് 3 പേരെയാണ് എടുക്കുന്നത്. നമ്മളെ പുട്ടുപൊടി കൊണ്ടുള്ള ഐറ്റംസ് ഒന്നും പറയണ്ട. അജ്മിൻ്റെ കാണാത്ത പുട്ടുപൊടി കൊണ്ടുള്ള പുഡിങ് വരെ ഞാൻ അവിടെ കണ്ടു. അങ്ങനെ നമ്മുടെ ഡെയിൻ ഡേവിസാണ് നമ്മൾ ജഡ്ജസായിട്ട് വന്നത്. പിന്നെ അജ്മിൻ്റെ പാർട്ട്ണറും ഉണ്ടായിരുന്നു. പിന്നെ അതിനൊപ്പം വേറെ ആരും ഉണ്ട്, അവരുടെ പേര് എനിക്കറിയില്ല. ഫുഡ് കോമ്പറ്റീഷൻ, ഫുഡ് മേളയും ഫുഡ് കോർട്ടും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു കല്ലുമ്മക്കായും ഉന്നക്കായും കൂന്തൽ നിറച്ചതൊക്കെ വാങ്ങി. ഞാൻ ഇതുവരെ കൂന്തൽ നിറച്ച് കഴിക്കാത്തതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. മക്കൾ പോപ്കോൺ വാങ്ങി. ഇതാ പോപ്കോണും കൊണ്ട് ഇത് അവിടെ ഇരുന്ന് സന്തോഷത്തിലാണ്. ഒരാളിത് ആരെയോ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും ഒന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഞാനങ്ങനെ കൂന്തൽ നിറച്ച് ട്രൈ ചെയ്ത് നോക്കുകയാണ്. കഴിച്ച് നോക്കി, അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. ഡ്രസ്സിലാകുന്നതുകൊണ്ടാണ് അങ്ങനെ ഇരുന്നത്. അപ്പോൾ ചെറിയ ആൾ പറഞ്ഞു എനിക്കും വേണം. അവളും കഴിച്ചു. മൂത്താൾ തീരെ കഴിച്ചില്ല. പിന്നെ അങ്ങനത്തതൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ഇതാ 100-ൽ പരം സ്റ്റാളുകൾ അവിടെ ഉണ്ട്. പിന്നെ ഒരു കോമ്പറ്റീഷൻ നടന്നു, ഗെയിംസ് നടന്നു. അങ്ങനെ അതിൽ നിന്നൊരു എന്താ പറയുക, നമ്മളെ ഡെയിൻ ഡേവിസ് ഒരു ഗിഫ്റ്റ് കിട്ടി. ഞാൻ ഹാപ്പിയാണ്, കാരണം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് പേഴ്സണാണ് ഡെയിൻ ഡേവിഡ്. ഭയങ്കര ഇഷ്ടമാണ്. കാണുമെന്ന് ഇതുവരെ വിചാരിച്ചതേ ഇല്ല. ഓക്കെ.